ഇതാണ് ഓരോ ജീവിതങ്ങൾ. ഇത് നമ്മുടെ നാട്ടിലാണെന്ന് ഓർക്കണം. തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ്. അമ്മ വേറെ എന്താ പറയാനുള്ള അമ്മയ്ക്ക്? എൻ്റെ ഭർത്താവിൻ്റെ 50 വർഷം ഒരു ഭർത്താവിൻ്റെ കൂടെ താമസിച്ച് എനിക്ക് 1 സെൻറ്റ് ഒരു നുള്ളു മണ്ണ് പോലും, ഒരു ചവിട്ടടി മണ്ണ് പോലും അവൻ എനിക്ക് രേഖപ്പെടുത്താൻ വിട്ടില്ല. എൻ്റെ ഭർത്താവ് ചോദിച്ച്, നീ എൻ്റെ ഭാര്യയ്ക്ക് നീ എഴുതിയ പ്രമാണം നോക്കട്ടെ എന്ന് ചോദിച്ചപ്പം കൊടുത്തില്ല. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിച്ചിട്ട് എൻ്റെ പേരും കമലം, അവൻ്റെ അമ്മയുടെ പേരും കമലം. അവൻ്റെ അമ്മയെ കൊണ്ടുപോയാണ് മരുന്ന് വാങ്ങിക്കൊടുക്കുക. അവർക്കാണെങ്കിൽ മാനസിക രോഗമുണ്ട്, പ്രഷർ, ഷുഗർ ഉള്ളത്. മരുന്ന് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവരെ കൊണ്ട് ഒപ്പിട്ട്. അപ്പോൾ അവർ വീട്ടിൽ വന്ന് ചോദിച്ചു, നീ എന്തിനാ എന്നെ കൊണ്ട് ഒപ്പിടിച്ചെന്ന് അത് അവൻ്റെ മക്കൾ പറഞ്ഞത്, അമ്മമ്മ എൻ്റെ അച്ഛൻ അവരെ ഒപ്പ് നിങ്ങളെ വിട്ടത് അച്ഛൻ്റെ പേർക്ക് ഈ വസ്തുവാക്കി. അതുകൊണ്ട് അപ്പോഴവർ മക്കളില്ലാത്തവരെ വകയെ നീ വഞ്ചിച്ചോ എന്ന് ചോദിച്ചിട്ട് അവർ കുഴഞ്ഞു വീഴുന്ന് അവർ മരണപ്പെട്ടു. അപ്പോൾ ഈ പൊളിഞ്ഞു വീഴുന്നതിന് മുമ്പ് അമ്മ ഇവിടെ താമസിച്ചിരുന്നു? ഇവിടെ തന്നെ ഈ ഭർത്താവിനോടൊപ്പം ഇവിടെ താമസിച്ചിരുന്നു അല്ലേ? അന്നപ്പോ വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല? വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴേ SI സാറ് പറഞ്ഞത്, ഇനി നീ ആ വീട്ടിൽ പരസ്പരം പോകരുത്, അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ അടിച്ചു കൊല്ലുമായിരുന്നു. അങ്ങനെ ഇവിടേക്ക് വരുന്നില്ല ഇവൻ വരാത്ത SI സാറ് പറഞ്ഞു വിട്ട്, എഴുതി ഒപ്പിച്ചു വിട്ട്, ഇനി നീ അവിടെ പോകരുതെന്ന്. അങ്ങനെയാണ് വരാതെ, ഇല്ലെങ്കിൽ എന്നെയും വന്ന് കൊല്ലും. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരമാണ് വയ്ക്കും. എന്നിട്ട് എനിക്ക് പേടി, ആഹാരം രാത്രി വെച്ച് കഴിക്കാൻ പാടില്ല, അവൻ വന്ന് വല്ലതും വിഷം നമ്മളില്ലാത്ത സമയം ഇടുകയാണെങ്കിലോ എന്നുള്ള മാത്രമേ ആഹാരം വയ്ക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ജീവിതം. എനിക്കിപ്പോഴും ഗവൺമെൻറ് ഒരു മുറി ഗവൺമെൻറ് എനിക്കൊരു മുറിയും വെച്ച് തന്ന് എൻ്റെ ഭർത്താവിൻ്റെ അവകാശം എനിക്ക് തിരിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തരണം. അത് പോയിട്ട് എന്നെ വഴിയെ പോണവരും എന്നെ നോക്കും. എൻ്റെ കാലം കഴിയുമ്പോൾ ആരും എടുത്തോണ്ട് പൊട്ടു. അതാണ് എൻ്റെ അത്യാവശ്യം. അപ്പം ഇതാണ് ഈ അമ്മയുടെ ആവശ്യം. നമ്മൾ ഈ കാണുന്ന ഈ തറ ഉണ്ടോ, നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഇതിൻ്റെ അടുത്തായിട്ട് നഷ്ടപ്പെട്ടു പോയ ഭർത്താവിൻ്റെ ഈ ശവക്കല്ലറയുടെ അടുത്ത് ഈ കാണുന്ന ഒരു കട്ടിൽ എടുത്തിട്ട് മഴ ഇല്ലെങ്കിൽ അവർ കിടക്കും. ഇതും പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു കട്ടിലാണ്, കണ്ടോ? ഇതാണ് അവസ്ഥ. ഈ കൊച്ച് ഒരു അടുക്കള, കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. പുളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അവർക്ക് പേടിയാണ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പോകാൻ, ഇതിൽ വല്ല വിഷവും ചേർക്കുമോ എന്നൊക്കെയുള്ള പേടി. ഇതാണ് ധൂർത്തിൻ്റെയും ധാരാളിത്വത്തിൻ്റെയും സമ്പന്നതയുടെയും ഒക്കെ മണിമാളികയിൽ കഴിയുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ വേദന അത്ര വലുതല്ല. പക്ഷേ ഒരു നേരത്തെ ആഹാരം വച്ച് കഴിക്കാൻ പോലും ഇടമില്ലാതെ, കണ്ടോ, ഈ ഒരു സംവിധാനത്തിൽ പൊളിഞ്ഞുപോയ അടച്ചു വെച്ച പാത്രം. അതാണ് അവരുടെ ജീവിതം. ഈ പുറത്താണ് നമ്മൾ ഈ കാണുന്നതൊന്നും അടച്ചുറപ്പുള്ളൊരു വീടല്ല. ഉണ്ടോ, ഒരു നേരത്തെ ആഹാരം പാവം വച്ച് അടച്ച് ആരും കാണാതെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ കണ്ണുനീര് പറ്റിയോ നമ്മുടെ സമൂഹത്തിനെന്ന് തോന്നിപ്പോകും. ഉള്ളവർക്കാണല്ലോ ഈ ഒരു മടി ഷെയർ ചെയ്യാൻ. ഉണ്ടോ, ഈ ഒരു കുഞ്ഞടുപ്പിലാണ് ഇതെല്ലാം പാചകം ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഈ വിറകൊക്കെ തലവത്തിന് കിടക്കുന്ന ആണിയൊക്കെ ഉണ്ടല്ലോ അമ്മ, ആണി സൂക്ഷിക്കണേ. അപ്പോൾ നമുക്ക് ഇവര് പണ്ട് താമസിച്ചിരുന്നൊരു വീടാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല, മറിഞ്ഞ് തലയിൽ കൂടെ വീഴുമോ എന്നുള്ള. കണ്ടോ, പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രത്തോളം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഈ വീട്. നിങ്ങൾ കയറണ്ട ഇങ്ങോട്ട്, വീണാലോ കേട്ടോ. ഇതാണ് അവരുടെ അവസ്ഥ. ഒരു കുടുംബം നന്നായി, ഒരാളുള്ളപ്പോൾ, ഒരു തണലുള്ളപ്പോൾ എല്ലാം നന്നായി നടന്നുപോയ ഒരു വീടാണ്. നമുക്ക് അങ്ങോട്ട് കയറിയൊക്കെ എടുക്കാൻ ഒരു പേടിയാണ്, അത്രയ്ക്ക് നിഗൂഢമായൊരു സ്ഥലം. കണ്ടോ, പഴയ രീതിയിലുള്ളൊരു അടുക്കള. ഇവിടെ നന്നായി കഴിഞ്ഞു പോയൊരു കുടുംബം. ആ കുടുംബത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു അതെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ പ്രകാശമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ആ അമ്മ ഇവിടെ വന്നത്. ഈ വീട്ടിലെ ഒരു മകൻ്റെ ഭാര്യയായിട്ട് വന്നതാണ്. ഇപ്പം ആ മകനില്ല, അദ്ദേഹം മരിച്ചു. അപ്പോൾ കുടുംബാംഗങ്ങൾ ഒക്കെ സഹകരിച്ച് ഈ ഭൂമിയുടെ ഒരു അവകാശം അമ്മയ്ക്ക് കൂടി കൊടുത്തുകൊണ്ട് അവർക്ക്
ഈ മണ്ണിൽ ഇപ്പൊ ഈ വീട്ടിൽ കിടക്കാൻ പറ്റില്ല, ഈ വീടിന് പുതിയൊരു സംവിധാനം എന്തെങ്കിലും വേണം. അവര് ഭർത്താവും മരിച്ചു, ഭർത്താവ് മരിച്ചു. പിന്നെ എല്ലാ നാട്ടുകാരാണ് എല്ലാവരും നോക്കിയത്, അവരും കൂലിവേലക്കാരാണ്. അപ്പോൾ ഇനി മക്കളെ എത്തുന്നുണ്ട്, ഇവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ ബന്ധുക്കൾ 1-2 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർ വയസ്സായതുകൊണ്ട് ഇപ്പം മഴ നല്ലൊരു വീടായിരുന്നതാണ്. ആ മഴയത്ത് ഓരോ സൈഡായിട്ട് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് മണ്ണ് കൊണ്ട് വെച്ചത്. അപ്പം അത് ഓല കെട്ടാതെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ഓലയൊക്കെ കെട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഇവരെ കൊണ്ട് അത് കഴിയില്ല. പിന്നെ ഗവൺമെന്റ് കിട്ടുന്ന പെൻഷൻ ഇതൊക്കെ വാങ്ങിച്ചാണ് അവർ കഴിയുന്നത്. ഇപ്പം നമുക്ക് ഇവരെങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക? സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ ഏതോ എന്താ അവരെ ഭർത്താവിൻ്റെ ചേട്ടനും അവരുടെ മക്കളൊക്കെ ഉണ്ട്, അതൊക്കെ കേസ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അത് നോക്കണ്ട. ഇപ്പം ഇവരെ സംരക്ഷിക്കുക, ഇവർക്ക് ഒരു റൂം വെച്ച് കിട്ടുക, ഒരു ഷീറ്റൊക്കെ ഇട്ട് ഇവരെ കാലം വരാം. അത് കഴിഞ്ഞിട്ട് വേറെ എന്താണെന്ന് നമുക്ക് ഇതറിയില്ല. നാട്ടുകാർക്ക് ഇപ്പോൾ ഓരോരോ വീട്ടിൽ നിന്ന് അവർ കണക്കാണ്. ഇപ്പൊ വയസ്സായതുകൊണ്ട് അവരെല്ലാവരും വോട്ട് ചെയ്യാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം ആരോഗ്യമുള്ളതുകൊണ്ട് ആർക്ക് വേണോ കിടത്താം. വയ്യാതായി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം പറയില്ല, നിങ്ങളാണ് പിടിച്ചു കിടന്നത്, നിങ്ങളെല്ലാം കൊണ്ട് നോക്കുന്നത്. അപ്പം ആ ഒരു പറച്ചില്ല. അപ്പൊ അവർ ആരോഗ്യമുള്ളവർ അവിടെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അവർ വയസ്സായാലും നാട്ടുകാരെല്ലാം നോക്കിക്കോളും. ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഇവർക്ക് പിന്നെ പഞ്ചായത്തിലേക്ക് പേപ്പർ വന്നിട്ടുണ്ട്, അയാളെ വിളിപ്പിക്കുന്നുണ്ട്, അയാൾ വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതെ അതെ അതെ, ഇവരെ ഭർത്താവിന്റെ ചേട്ടന്റെ മോൻ. പക്ഷെ അതൊന്നും അതൊന്നും ന്യായമുള്ള കാര്യമല്ല. ഇവർക്ക് കിടക്കാണ്ട് ഒരു റൂം അവർ കട്ടിലിട്ട് വെക്കുന്നുണ്ട്. അത് അവരെ കാലം വരെ. അത് അവർ ഇനി ഇവിടെ പോവാൻ അവർ കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അവരെ കാലം വരെ അവരുടെ ഭർത്താവിന്റെ കല്ലറാണ് നടക്കുന്നത്. അവർക്ക് ഭൂമി ഇല്ലെങ്കിൽ ഓക്കെ, എന്നാൽ അവർക്ക് വല്ല മറ്റ് ആശ്രയ പോലുള്ള സ്ഥലത്തേക്ക് പോവാം. പക്ഷെ അവർക്ക് ഭൂമി ഉണ്ട്, അവകാശപ്പെട്ട ഭൂമിയുണ്ട്. ഭർത്താവിന്റെ ഭൂമിക്ക് ഭാര്യയ്ക്ക് തന്നെയാണ്. ഭാര്യയാണ്. അപ്പൊ ഭാര്യയുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അത് എന്തുവാണ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഗവൺമെന്റ് എന്നുള്ള പെൻഷനുണ്ട്. പിന്നെ ഇപ്പൊ അവർക്ക് സ്വല്പം ആരോഗ്യമുണ്ട്, തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട്. പക്ഷേ കിടക്കേണ്ട ഒരു പാർപ്പിടം ഇല്ല. മഴയത്ത് ഇത് എപ്പോഴും ഇടിഞ്ഞു വീണെന്ന് അറിയാൻ പറ്റൂല. വീണ് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കിടക്കാൻ ഒരു നേരത്തെ ഇരുന്ന പോലെ ഒരു റൂം വെച്ച് കൊടുക്കുക, ഒരു ഷീറ്റൊക്കെ ഇട്ട് കിടക്കുക, അവരെ പാർപ്പിക്കുക. പിന്നെ പൈസ എന്ന അസുഖങ്ങൾ അങ്ങനെ വരുമ്പോഴേ ആരെങ്കിലൊക്കെ നോക്കും. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നതിന് ശേഷമാണ് മീഡിയയും പോലീസും കളക്ടറും ഒക്കെ മനസ്സിലായില്ലേ? ഇപ്പം അവർ വരണം. ഇപ്പം അവർ വന്നിട്ട് ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടതാണ് കേട്ടോ. നമുക്ക് ഈ മനുഷ്യന് കാണാൻ പറ്റുന്നൊരു കാഴ്ച അല്ല. ഒരു സൈഡ് ഞാൻ പണ്ട് അങ്ങേരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കെട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ആ സൈഡും കൂടെ ഒന്ന് കെട്ടിയെടുത്ത് ഇവരെ കിടക്കായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളിന്റെ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ? ഇല്ല, അവര് രണ്ടുപേരുണ്ട്. ഇതിന്റെ 5 സെന്റ് 2 പേർക്ക് 3 പേര്. അതിൽ മൂത്ത ചേട്ടന്റെ മകനാണ് ഈ കബളിപ്പിച്ചത്. മക്കളും കുട്ടിയില്ല, എനിക്ക് വിദ്യാഭ്യാസം അറിഞ്ഞൂടാ, എൻ്റെ ഭർത്താവിന് അത്ര വിദ്യാഭ്യാസം അറിഞ്ഞൂടാ, അങ്ങനെയാണ് കബളിപ്പിച്ചത്. എന്നിട്ട് ഇനി ഒരു ചേട്ടൻ്റെ മക്കൾ, ഇതിൽ അവകാശപ്പെട്ട ചേട്ടൻ്റെ മക്കൾ അവരിപ്പോഴും നമ്മളെ നോക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ കബളിപ്പിച്ച് എഴുതിയത് കൊണ്ട് അവർ നോക്കുന്നില്ല. അവരെയും ഭീഷണിപ്പെടുത്തി അവൻ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാനിങ്ങനെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ആ പേപ്പർ 4 ദിവസം പോയിട്ട് അവൻ നിലവിൽ വരുന്നില്ല. എനിക്ക് ഒരു മുറി ഗവൺമെൻറ് വെച്ച് തരണം, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അവകാശം എനിക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. എനിക്ക് എന്നും അടുത്ത വീട്ടിൽ പോയി കിടക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ ഈ വാർത്ത കാണുന്ന അധികാരികളും പൊതുപ്രവർത്തകരും ഒക്കെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരും ഇവരുടെ ഈ ഒരു പ്രശ്നത്തിന് സഹായം കൊടുക്കണം. അവരുടെ വേറെ അക്കൗണ്ട് നമ്പരോ ഫോൺ നമ്പരോ ഒന്നും നമ്മൾ നൽകുന്നില്ല. പകരം ഇവിടെ വരണം. ഈ സ്ഥലം എന്ന് പറയുന്നത് കൊറ്റാമം. കൊറ്റാമം തന്നെയാണ് അല്ലേ? മെയിൻ കൊറ്റാമം ജംഗ്ഷൻ. ഈ റോഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ആർച്ച് എന്തോ PRDS-ന്റെ ആർച്ചിൻ്റെ അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മളിതിനൊരു ഇടനിലക്കാരൊന്നുമില്ല. നേരിട്ട് വന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഇതാണ് ഈ സ്ഥലമാണ്. അപ്പോൾ അവിടെ അവനാണെങ്കിൽ എല്ലാവരോടും പറയുന്നത് കാശ് കൊടുക്കാം, ഇനി കാശ് കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം. അഥവാ അവൻ വീട് വെച്ചിരുന്നാലും രാത്രിക്ക് എൻ്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി അവൻ മുഖാന്തരം മരണപ്പെട്ട്, അവൻ്റെ അമ്മയും അത് മുഖാന്തരമാണ്. അവൻ മക്കളില്ലാത്തവരെ വകയെ നീ ചതിച്ചോന്ന് ചോദിച്ചിട്ട് അവൻ്റെ അമ്മയും അതിൽ മുഖാന്തരം മരണപ്പെട്ട്.
അപ്പോഴേ ഇനി വെച്ച് തന്നാൽ അവൻ 10 ദിവസം നേരെ ആ വീട്ടിൽ താമസിക്കാം. പിന്നെ രാത്രി വന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അവകാശം ഉണ്ടെങ്കിലേ ഒരു മുറി എനിക്ക് ഗവൺമെൻറ് തരണം. എൻ്റെ ഭർത്താവിൻ്റെ അവകാശം എനിക്ക് ഒരു രേഖയും ഇല്ലാതാക്കി വെച്ച് അത് താഴ്മയോടെ ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ആരും വെച്ച് തരുന്നില്ല. എൻ്റെ പേർക്ക് ഭൂമിയില്ലാത്തതുകൊണ്ട് ആരും വെച്ച് തരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം. ഇവ ഇങ്ങനെ കബളിപ്പിക്കുമെന്ന് നമ്മൾ അറിഞ്ഞില്ല സാറ്, അറിഞ്ഞില്ല. അങ്ങനെ ഭർത്താവിന്റെ ഭൂമിയിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. അത് ഭർത്താവിന്റെ ആൾക്കാർ ഇവരെ കബളിപ്പിച്ച് തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ വാസ്തവികതയുണ്ടോ എന്ന് നമുക്ക് നാട്ടുകാരോട് ചോദിക്കണം. അതിനാണ് ഈ അമ്മ തൊഴിലുറപ്പ് പണിയൊക്കെ ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് നമ്മൾ വന്നത്. വേറെയും ആൾക്കാരോട് നമ്മളത് ചോദിച്ചു, ഇതിൽ സത്യമുണ്ടോ എന്ന്. സത്യമാണ് എന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഈ പറമ്പില് ഈ തൊഴിലുറപ്പ് ചെയ്യുന്ന ഈ സഹോദരിമാരോടൊപ്പം ആ അമ്മയുണ്ട്. ഒന്നും അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാതെ, ഒരു നേരത്തെ ആഹാരം പാചകം ചെയ്ത് കഴിക്കാൻ ഇടമില്ലാതെ മനസ്സ് വേദനിക്കുമ്പോഴും ഒരു ദിവസം കഴിഞ്ഞു പോകാൻ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടിയിട്ട് വരുന്നവരാണ് ഇവർ ഒക്കെയും. അവരോടൊപ്പമാണ് ആ അമ്മയും ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇതെടുക്കാൻ കാരണം എത്രയും പെട്ടെന്ന് അവർക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. അവർക്ക് മണ്ണ് വേണം, പിന്നെ അവിടെ വീടും വേണം. എല്ലാവർക്കും എന്ന് വെച്ചാൽ എത്രയോ വർഷം കൊണ്ട് അവർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ്, ഈ ചുറ്റുപാട് ഉള്ളവർ തന്നെ. ഇതെല്ലാം ആൾക്കാരും അവർ ഈ തൊഴിലുറപ്പ് ജോലി ചെയ്ത് തന്നെ അവർ ജീവിക്കണം. ഈ പ്രായത്തില് ഇങ്ങനെ കയറി കിടക്കാൻ ഇടമില്ലാതെ, നോക്കാൻ ആളില്ലാതെ ഒക്കെ ആവുന്നവരുടെ ഒരു മാനസിക അവസ്ഥ ഉണ്ടല്ലോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണല്ലേ. നമ്മളുടെ നേർക്കാഴ്ചയായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. അപ്പം നമ്മളോടൊപ്പം എത്ര കാലമായിട്ടുണ്ട്? തമിഴ്നാട്ടിലുള്ള അമ്മയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് 10-50 വർഷമാവും. 50 കൂടുതലാവും. നിങ്ങൾക്കൊക്കെ വിഷമമല്ലേ ഈ ഒരു കാഴ്ച കാണുമ്പോൾ? നമ്മളെ നാട്ടുകാരി നമ്മളെ എല്ലാം സന്തോഷമായിട്ടിരിക്കും, എല്ലാം ശരിയാവും. കഷ്ടതകളുണ്ട് ജീവിതത്തിൽ. ഇതിനേക്കാൾ വേദനിക്കുന്ന ഒരുപാട് പേര് നമ്മളെന്നും കാണുന്നതാണ്. അപ്പോൾ എല്ലാം ശരിയാവും കേട്ടോ. ഗവൺമെൻറ് ഇത് കാണട്ടെ. എന്തെങ്കിലും ഒരു നടപടി അവർക്ക് അത് ഉടനെ വേണം. എന്തെന്ന് വെച്ചാൽ ഈ മഴക്കാലത്തെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരെ ജീവിക്കുന്നത്. വീടുകൾ തോറും പോവുകയാണ്. അപ്പം അതിനെന്തെങ്കിലും വീടുകളിലാണ് അവർ ഉറങ്ങുന്നത്. ആ പരിസരവാസിയായ ഒരാള് അവർക്ക് തൽക്കാലം അവിടെ കിടക്കാനുള്ള സൗകര്യം. പക്ഷെ എത്ര കാലം കൊടുക്കും? ആരോഗ്യം ഉണ്ടെങ്കിൽ ഓക്കെ, ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഓക്കെ അല്ലേ. നമ്മളോടൊപ്പം ഒരാളായിട്ട് ഈ കാണുന്ന ഈ വലിയ പേരാലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ വീടാണ്. കണ്ടോ, എന്തെങ്കിലും വലിയ ഒരു കഷ്ടകാലത്തിലേക്ക് ഈ അമ്മ പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഒരു ഹെൽപ്പ് അവർക്ക് എത്തിക്കണമെന്നുള്ളതാണ്. ഈ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ള കൊറ്റാമത്തെ ആർച്ചിൻ്റെ അടുത്താണ്. അവിടെ മരണപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പം മരണത്തിൻ്റെ അന്ന് ഇവൻ വന്നില്ല. തിരിച്ച് ഇവൻ നേരെ ഡോക്ടറോട് പോയി പറഞ്ഞത്, സാറേ ഈ ബോഡി അങ്ങ് കൊടുക്കണ്ട, ഇവർ നാട്ടിൽ അയക്കണ്ട, അവർ ഭാര്യയില്ല മക്കളില്ല, ഭാര്യയൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ഒരു മോൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴും പറഞ്ഞ്, സാറേ എൻ്റെ അമ്മയുടെ സഹോദരനാണ്, ഭാര്യ ഉണ്ട്, കല്യാണം കഴിച്ച ഭാര്യ ഉണ്ട്, മക്കളില്ല എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഡേഷനിൽ നിന്ന് വന്ന് വിളിച്ച് എന്നെ രാത്രി 1 മണിക്ക് ആശുപത്രിയിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവന്നു. രാവിലെ എന്നെ വിളിച്ച് ഞാൻ ഡേഷനിൽ പോയി. സാർ എന്തെന്ന് അത് നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിൻ്റെ ബോഡി നിങ്ങൾക്ക് ഇവിടെ വേണമോ എന്ന് ആ സർക്കിൾ സാറ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് മക്കളില്ല, എൻ്റെ ഭർത്താവിൻ്റെ ബോഡി എൻ്റെ മുമ്പ് വേണമെന്ന്. ശരി പോയി എന്ന് പറഞ്ഞ് 2ാം പ്രാവശ്യം വീട്ടിൽ വന്ന് അങ്ങനെ ഇരുന്നതും 2ാം പ്രാവശ്യം എന്നെ വിളിച്ച്. അപ്പോഴും വീണ്ടും ചോദിച്ചു, നിങ്ങളെ ഭർത്താവിൻ്റെ ബോഡിയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ബോഡി മക്കളില്ല, എൻ്റെ ഭർത്താവിൻ്റെ ബോഡി എൻ്റെ മുമ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മുകളിലോട്ട് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ആ സാറ് അങ്ങനെ ഡോക്ടർ സാറിന് എന്തോ വിളിച്ച് പറഞ്ഞ് 4 മണിക്ക് നിങ്ങളെ ഭർത്താവിൻ്റെ ബോഡി മുമ്പ് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നു. അപ്പോഴും അവൻ ഒളിവിലായിരുന്നു, ഇവിടെ ഒരിടത്തും വന്നില്ല. പിന്നെ നാട്ടുകാർ പയ്യന്മാർ ചേർന്നാണ് ഇവിടെ തന്നെ അടക്കം ചെയ്തത്.
അങ്ങനെ ഇത് എത്ര സെന്റാണ് ഈ വസ്തു? ഈ വസ്തു 10 സെന്റ് സ്ഥലവും ഈ 10 സെന്റ് സ്ഥലത്തിൻ്റെ അകത്താണ് ഈ വീടിരിക്കുന്നത്. ഭർത്താവിൻ്റെ വകയായിട്ടുള്ള ആ 10 സെൻറ്റ് സ്ഥലം അവിടെയുണ്ട്. ഈ അമ്മയ്ക്ക് മക്കളോ മറ്റു ബന്ധുക്കളോ ആരും തന്നെ ഇല്ല. ഒന്ന് നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ 70 വയസ്സായി. ഈ അമ്മയ്ക്ക് കയറിക്കിടക്കാൻ ഒരു കൂര കെട്ടാൻ അല്ലെങ്കിൽ ഒരു മുറി, അവരുടെ ആവശ്യം അതാണ്, ഒരു മുറിയെങ്കിലും കെട്ടിക്കൊടുത്താൽ ഇവരുടെ അവകാശികളെന്നും പറഞ്ഞ് പിന്നെ ആ സ്ഥലത്തേക്ക് വരാനോ അത് അപഹരിക്കാനോ ആരും തന്നെ ഇല്ല. ഈ 70 വയസ്സിന് ശേഷം ഇനി എത്ര കാലമാണ് ഈ ഒരു മനുഷ്യ ജന്മം ജീവിതം ഉണ്ടാവുക? അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ആ കരുണ കാണിച്ചുകൂടാ? അവരവിടെ കിടന്നോട്ടെ, അവരുടെ മക്കളെന്നും പറഞ്ഞ് ആരും വന്ന് എടുത്തുകൊണ്ട് പോകത്തില്ലല്ലോ. അങ്ങനെയെങ്കിലും ചിന്തിച്ച് ഒരു നിയമക്കുരുക്കിലേക്കും പോകാതെ അവർക്ക് ഒരു മുറി കെട്ടാൻ എത്ര വസ്തു വേണം? ആ 10 സെൻറ്റ് സ്ഥലത്ത് എത്ര ഏരിയ വേണം? ഒരു സഹായം ചെയ്തു കൊടുത്തൂടെ? ഇടിഞ്ഞു വീഴാറായ വീട്ടിൻ്റെ സൈഡിലാണ് അവർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെ ഈ മഴയത്ത് വച്ചയ്ക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം കുതിർന്നു പോകും. അവർ തൊഴിലുറപ്പിന് പോയി മടങ്ങി വരുമ്പോൾ പാചകം ചെയ്തു വെച്ച ഒരു പക്ഷേ ആ വറ്റെടുത്ത് കഴിക്കാൻ അവർക്ക് കഴിയില്ല. കഷ്ടമല്ലേ? ഒരു മനുഷ്യനല്ല, എന്ത് ജീവിയോ ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മൾ അവഗണിക്കാമോ നമ്മുടെ സമൂഹത്തിൽ നിന്ന്? ഇത് വല്ലാത്ത ഒരു കാഴ്ചയാണ്, ഒരു സംഭവമാണ്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നെയ്യാറ്റിൻകര കൊറ്റാമം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിത് പറഞ്ഞിടുമ്പോൾ ഇവർ ആരോപിക്കുന്നത് പോലെ ഇവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനോ മറ്റോ ആണ് അവരോട് ഈ അന്യായം പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ്. അതിന് കോടതി, പോലീസ് കേസ് ഇടപെടലൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അഭിപ്രായം, അവരുടെ ന്യായം എന്തെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ വസ്തു നിങ്ങളുടെ തന്നെ ആയിക്കോട്ടെ, ഒരു മുറി വച്ചു കൊടുക്കും മാഷേ, പാവം. അവരുടെ ശിഷ്ടകാലം അവിടെ കിടന്നോട്ടെ. പിന്നെ അവർക്ക് വയ്യാതാവുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും അനാഥാലയത്തിലേക്കോ വൃദ്ധസദനത്തിലേക്കോ എടുത്തുകൊണ്ട് പോകും. ഈ സമൂഹം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ അവരുടെ ആവശ്യം അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. ചെറിയതെങ്കിലും തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ ജോലിയിൽ പോയി പണിയെടുക്കാൻ പറ്റും. അതൊക്കെ ഒരു മനസ്സമാധാനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മുറി വയ്ക്കാനൊരു അവസരം കൊടുക്ക്. എൻ്റെ ഭർത്താവ് പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന്, അവളെ ഇന്ന് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആദ്യം ഒപ്പ് വാങ്ങിയിട്ട്, ഭാര്യയെ ഞാൻ കല്യാണം കഴിച്ച് 48 വർഷമായി. ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിയിട്ട് എന്നെ കൊണ്ട് പല സ്ഥലങ്ങളും കുടിപ്പിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവൻ എഴുതി വാങ്ങിച്ചതാണ്. ഇപ്പം ഞങ്ങളെ രണ്ടുപേരും താമസിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ച് SI സാറ് ഒരു അപേക്ഷ എഴുതി, ഒരു പോലീസ് സാറിനെ വിട്ട് ഒരു അപേക്ഷ എഴുതി തന്നു. നേരെ RDOക്ക് കൊണ്ടു കൊടുക്കാം. RDOക്ക് കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്നും കൂടി അവർ തന്നെ നമുക്ക് പൈസ തന്നു ബസ്സിന്. RDOക്ക് കൊണ്ടു കൊടുത്തിട്ട് നേരെ ആ റിപ്പോർട്ട് സ്റ്റേഷനിൽ വന്ന്. അപ്പോൾ സർക്കിൾ സാറ് വന്ന് പിന്നെ വീണ്ടും വിളിച്ച് അവൻ വന്ന് അവൻ ഒരാഴ്ചക്കകം വെച്ച് ഈ വസ്തു എഴുതിയെന്നെ തിരിച്ച് പതിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ തിരിച്ച് പതിക്കാമെന്ന് പറഞ്ഞ് 2 മാസത്തെ അവധി അവൻ ചോദിച്ചു. അവൻ 2 മാസത്തെ അവധി ചോദിച്ചപ്പോഴത്തേക്ക് 1 മാസം കഴിഞ്ഞ് ശരി എന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് പറഞ്ഞത് 2 മാസം കഴിഞ്ഞാൽ 1 മാസവും തെറ്റാൻ പാടില്ല, 1 ദിവസവും തെറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അന്ന് രാത്രി പോയി ആ പേപ്പർ ഓർഡർ വാങ്ങിച്ചത് നമ്മളാരും അറിഞ്ഞില്ല. തിരിച്ച് 1 മാസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം അവൻ വന്ന് കൊങ്ങയ്ക്കൊക്കെ പിടിച്ച് വലിച്ചിളിച്ചിട്ട്, ആ വലിച്ചിളുത്ത കസേരയാണ് ഇതാ കിടക്കുന്നത്, വലിച്ചിളുത്തിട്ട് അടിച്ചപ്പോൾ കൈയെടുത്ത് തൊഴുത് പറഞ്ഞത്, നീ എൻ്റെ കൈ എന്നെ അടിച്ച് എന്നെ നേരത്തെ അടിച്ച് എൻ്റെ ഭർത്താവിനെ കുടിപ്പിച്ച് സ്വയബോധയിലാക്കിയിട്ടാണ് എന്നെ അടിച്ച് ഞാൻ അടികൊണ്ട് പേടിച്ച് വെളിയിലിറങ്ങിയത്. എന്നിട്ട് എൻ്റെ അതൊക്കെ നടന്നത് ഈ വീട്ടിലാണോ? ആ, ഈ വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഓടിക്കളഞ്ഞു. എത്ര കാലം മുമ്പ്? 2008 എഴുതിയത് 2010 ഈ അടിയും ബഹളമൊക്കെ നടന്നത്? അടിയും ബഹളവും നടന്നത് 2010 2010. അപ്പോഴിവൻ 2008 എഴുതിയിട്ട് ഇവൻ പേർഷ്യയിൽ പോയി കളഞ്ഞു. പേർഷ്യയിൽ പോയി. ഇപ്പോഴുണ്ട്. നല്ല സമ്പാദ്യമുള്ള ആണാണ്. എന്നിട്ട് എൻ്റെ ഭർത്താവ് എഴുതിയില്ല. പിന്നെ കൊങ്ങയ്ക്കൊക്കെ വന്ന് പിടിച്ച് പറഞ്ഞ് കൊടുത്ത പേപ്പർ പിൻവലിച്ചില്ലെങ്കിൽ രാത്രിക്ക് രാമായണം 1 നിമിഷം കൊണ്ട് കൊല്ലാനും അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ ആധികാരി എന്നെ വന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് ആധികാരി സുഖമില്ലാതായി. ആഹാരം പോലും ഇല്ല, കുടിക്കാനില്ലായിരുന്നു. സുഖമില്ലാതായപ്പോൾ പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് മെഡിക്കലിൽ വിട്ടു.
അപ്പോഴേ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൻ ഒരു പയ്യൻ കൂടെ വന്നിരുന്നു. ആ അമ്മയ്ക്ക് പറയാനുള്ളത് മൊത്തം കേൾക്കാനുള്ള ഒരു മനക്കെട്ടി എനിക്കില്ലാണ്ട് പോയി. ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്യുമോ എന്ന്. ഒരുപക്ഷെ ശരിയാവാം, അല്ലെങ്കിൽ ശരിയല്ലാതാവാം. വേദനിക്കുന്ന മനസ്സുകൾ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ വേദനയുടെ ആഴത്തിൽ നിന്ന് ഉണ്ടാകുന്ന വിഭ്രാന്തിയിലൂടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ആകാം. നിങ്ങൾ ഒരു തലചായ്ക്കാൻ ഒരിടം കൊടുത്ത്, ഒരു മുറി കെട്ടാൻ കൊടുത്ത്, ഇനി ശിഷ്ടകാലം അവിടെ ജീവിക്കട്ടെ എന്ന് വയ്ക്ക്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും വാങ്ങിക്കൊടുക്ക്. എന്നോട് പറഞ്ഞതിനൊക്കെ ഞാൻ ക്ഷമിച്ചു. അമ്മ എന്നല്ലേ വിളിക്കേണ്ടത്, ഇളയച്ചൻ്റെ ഭാര്യ അല്ലേ, ഇളയമ്മ. അപ്പോൾ എന്നോട് എനിക്കെതിരെ പറഞ്ഞതിനൊക്കെ ഞാൻ ക്ഷമിച്ചു എന്നങ്ങ് പറഞ്ഞേക്ക്. അതോടെ എല്ലാം കഴിയും. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ കഴിയും. നിങ്ങൾ കാശ് കൊടുത്താലും ഇല്ലെങ്കിലും ഈ മഴയത്ത് കയറി കിടക്കാൻ വേണ്ടി ഒരു മുറി കെട്ടാൻ ഒരവസരം ഒരുക്കി കൊടുക്ക് സഹോദര. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഭാഗത്ത് ഒരുപക്ഷെ ശരിയുണ്ടാവാം. ഈ അമ്മ പറയുന്നത് മുഴുവൻ ഒരുപക്ഷെ കള്ളമാവാം. ഒന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മുഴുവൻ തെറ്റാവാം. എന്തോ ആവട്ടെ, എല്ലാം മറന്നേക്ക്. മനുഷ്യനല്ലേ, എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയൂ. എന്തായാലും നമ്മൾ മറ്റൊരു ജീവിതത്തിൻ്റെ കനലെരിയുന്ന മുഖത്തെ നേരിട്ട് കാണാൻ പോകുന്നു. കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ നന്ദി. ഞാൻ സ്ഥലം പറഞ്ഞുവല്ലോ. ഈ സ്ഥലത്തെത്തി കഴിയുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു പാത്രം വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഇതെല്ലാം എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ചെറിയ കബോർഡ് പോലെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുവെങ്കിൽ ഒക്കെ കഴിയുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ, സാഫ്രോൺ ഫാക്ട്സ്.